റാപ്ചർ തിയറി യേശുവിന് അറിയില്ല, അപ്പസ്തോലന്മാർക്ക് അറിയില്ല, അപ്പസ്തോല പിതാക്കന്മാർക്ക് അറിയില്ല, സഭാപിതാക്കന്മാർക്ക് അറിയില്ല. 1840 ഒരാൾ ബൈബിൾ ഇരുന്ന് വായിച്ചു, അയാൾക്ക് തോന്നിയ ആശയങ്ങൾ എഴുതിയുണ്ടാക്കി. അതിനുശേഷം അദ്ദേഹം പറയാണ് ഇതാണ് ലോകാവസാനം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ? ഇവിടെയാണ് സോളാ സ്ക്രിപ്ചറിന്റെ പരാജയം, നിങ്ങളുടെ പരാജയം. നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? സഭാപിതാക്കന്മാർ കഴിഞ്ഞ നൂറ്റാണ്ടിൽ എന്ത് പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കണമായിരുന്നു. ഇതെങ്ങനെയാണ് ഇതിന്റെ ഉറവിടം? അതാ പറയുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ബൈബിളിൽ സോളാ സ്ക്രിപ്ചറ എന്ന രീതിയിലാണ് ഉപയോഗിച്ചത്, പഴയ തിരുവെഴുത്ത് മാത്രം നോക്കിയിട്ടാണ് ഉപയോഗിച്ചത്? അല്ല. കാരണം പറഞ്ഞുതരാം. ബൈബിളിൽ പല കാര്യങ്ങളും തിരുവെഴുത്തെന്ന് പറയുന്നത് ഈ പറയുന്ന പഴയ നിയമത്തിൽ കാണാൻ സാധിക്കില്ല. ഉദാഹരണം, മത്തായി 2:23 നസ്രായൻ എന്ന് വിളിക്കപ്പെടും. അത് പഴയ നിയമത്തിലുണ്ടോ? ഇല്ല. യോഹന്നാൻ 10:22 ജെറുസലേമിലെ പ്രതിഷ്ഠയുടെ തിരുനാൾ എന്ന് കാണുന്നു. പ്രതിഷ്ഠ തിരുനാൾ പഴയ നിയമത്തിലുണ്ടോ? ഇല്ല. 2 തിമോഥെയോസ് 3